എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ രണ്ടാം കൃതി സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു എക്സ് സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറും ഒരു യൂണിറ്റ് വിഡ്ത്തുള്ള രണ്ട് റെക്റ്റാങ്കിൾസ് കൂടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാം. ഓക്കെ, അതായത് എക്സ് സെന്റിമീറ്റർ ലെങ്ത് സൈഡുള്ള ഒരു സ്ക്വയർ, അതിൻ്റെ കൂടെ 1 യൂണിറ്റ് വിഡ്ത്തുള്ള രണ്ട് സ്ട്രിപ്പുകൾ, ആ 1 സ്ക്വയർ യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഇത് എന്ത് ചെയ്താൽ മതി? ഈ സ്ട്രിപ്പിൽ ഒരെണ്ണം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. കാരണം ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്. അപ്പോൾ ഈ 1 യൂണിറ്റ് ഉള്ള ഈ സ്ട്രിപ്പ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. നോക്കിയോ, കണ്ടോ, ഇതുപോലെ ഒരു സ്ക്വയറായി. ഈ സ്ക്വയറിന്റെ വൺ സൈഡ് എത്രയാണ്? x+1 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് x+1 ദി ഹോൾ സ്ക്വയർ ആണ്. അതായത് ഈ എക്സ് സ്ക്വയറും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ 1 യൂണിറ്റ് വിട്ട് ലെങ്ത് എക്സ് തന്നെ, കാരണം സ്ക്വയറിന്റെ വൺ സൈഡാണ്. 1x ഇതും അത് തന്നെയാണ്. 1x 2x വരും. കൂടാതെ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ 1 സ്ക്വയർ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്താണ്, അത് വൺ സൈഡ് ആയിട്ടുള്ള സ്ക്വയർ ആണ്. അപ്പോൾ 1 സ്ക്വയർ. അപ്പൊ എന്തൊക്കെ വന്നു? രണ്ട് സൈഡും x+1 വീതമുള്ള ഒരു സ്ക്വയർ. അപ്പൊ x+1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നതാണ്? എക്സ് സ്ക്വയർ പ്ലസ് ഇത് എക്സ്, ഇത് x+x 2x, പിന്നെ ഇതിന്റെ ഏരിയ 1 സ്ക്വയർ. അപ്പോൾ x സ്ക്വയർ പ്ലസ് 2x+1 എന്ന് പറയുന്നത് x+1 ദി ഹോൾ സ്ക്വയർ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു സ്ക്വയറും എക്സ് സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറും 2 യൂണിറ്റ് വിഡ്ത്തുള്ള രണ്ട് സ്ട്രിപ്പുകളും, കൂടാതെ ഈ 2 യൂണിറ്റ് സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറും. അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട്? ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് സ്ക്വയർ വരുന്നുണ്ട്. ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 × x ആണ്. കാരണം ഈ ലെങ്ത് x ആ, ഇതും x ആ. അപ്പൊ 2x, ഇതും 2x. ഇതിപ്പോ 2 സ്ക്വയർ ആണ്. 2 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ, എക്സ് സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ, 2x വീത ഏരിയ ഉള്ള രണ്ട് റെക്റ്റാങ്കിൾ, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റെഡ് സ്ക്വയറിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. നോക്കിക്കോളൂ, കണ്ടോ, സ്ക്വയർ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു സ്ക്വയർ കിട്ടി. അതിന്റെ വൺ സൈഡ് എത്രയാണ്? x+2. അപ്പൊ ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ x+2 ദി ഹോൾ സ്ക്വയർ ആണ്. അത് ഏതൊക്കെ ചേരുന്നതാണ്? ഈ എക്സ് സ്ക്വയറും ഈ 2x-ഉം ഈ 2x, അതായത് 4x, കൂടാതെ ഈ 2 സ്ക്വയർ. അപ്പോ x+2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ. അതായത് ഈ രണ്ട് സ്ട്രിപ്പിന്റെ ഏരിയകളുടെ സമ്മാണ് 4x. ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് എക്സ് സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് 2 സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് x+2 ദി ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, വേറൊരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോവാണ്. എക്സ് സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറും എ യൂണിറ്റ് വിട്ടുള്ള രണ്ട് റെക്റ്റാങ്കിളും. ഇനി എന്തും കൂടി ചേർക്കണം? എ യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയറും കൂടി വേണം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ എന്താക്കാം? ഒരു സ്ക്വയർ ആക്കാം. എന്ത് ചെയ്താൽ മതി? ഈ ബ്ലൂ റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. നോക്കിക്കോളൂ, കണ്ട. അപ്പൊ അതേ പുതിയൊരു സ്ക്വയർ കിട്ടി. അപ്പൊ എന്ത് കിട്ടി? x+a സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ. അതെന്തൊക്കെ ചേരുന്നതാന്ന് നോക്കിയേ. x+a സൈഡായിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ x+a ദി ഹോൾ സ്ക്വയർ. അത് ഏതൊക്കെ ചേരും? ഈ എക്സ് സ്ക്വയർ, പിന്നെ ഈ എ സ്ക്വയർ, പിന്നെ ax ആണിത്, ഇതും ax ആണ്. അപ്പൊ 2ax. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ, ഈ 4ഉം കൂടി ചേരുന്നതാണ് x+a ദി ഹോൾ സ്ക്വയർ. അപ്പൊ x+a ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് 2ax പ്ലസ് a സ്ക്വയർ. അപ്പൊ ഈ മൂന്ന് റിലേഷൻ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക. x സ്ക്വയർ പ്ലസ് 2x+1 എന്ന് പറഞ്ഞാൽ x+1 ദി ഹോൾ സ്ക്വയർ ആണ്. അതായത് ഇവിടുത്തെ നമ്പറിന്റെ സ്ക്വയർ റൂട്ടും ഇവിടുത്തെ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ സമ്മിന്റെ സ്ക്വയർ, അതാണിത്. ഇത് x+2 ദി ഹോൾ സ്ക്വയർ, x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x+2 ദി ഹോൾ സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടും 2 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടും.
അതുപോലെ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ ആണ്. അതായത് എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എ, എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ്. അപ്പോൾ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. അതായത് ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന 2aയുടെ ഹാഫ് ആണ് ഇവിടെ വരുന്ന എ, അതിന്റെ സ്ക്വയർ. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന എക്സ്പ്രഷനെ നമുക്ക് ഇതുപോലെ എഴുതാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഒരു സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ ഇതിനകത്ത് പറഞ്ഞത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, വൺ ആഡഡ് ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗീവ്സ് 289. വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൺ ആഡഡ് ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 2, 4, 6, 8 അങ്ങനെ രണ്ട് വീതം കൂട്ടി കൂട്ടി പോകുന്ന നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. അടുത്തടുത്ത നമ്പേഴ്സ് പറഞ്ഞാൽ ഒരെണ്ണം 10 ആണ് എടുത്ത് 10 പ്ലസ് 2 12, ഒരെണ്ണം 20 ആണ് എടുത്ത് 20 പ്ലസ് 2 22, ഒരെണ്ണം 16 ആണ് എടുത്ത് 16 പ്ലസ് 2 18. അപ്പോൾ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്ത് എഴുതണം എക്സ് പ്ലസ് 2. അപ്പോൾ ലെറ്റ് ദി ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. നിങ്ങൾ കണ്ടീഷൻ അപ്ലൈ ചെയ്തേ, വൺ ആഡഡ് ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സും എക്സ് പ്ലസ് 2 കൂടി ആഡ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വൺ ആഡഡ് ടു ഇറ്റ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ആ പ്രോഡക്റ്റിന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 289. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2, അതായത് പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ പ്ലസ് 1. 1 added to the product of two consecutive even number എന്ന് എഴുതുന്നത് x into x plus 2 plus 1 equal to 289. ഇതൊന്ന് സിംപ്ലിഫൈ നോക്കാം. x into x x square, x into 2 2x plus 1 equal to 288. ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാ ആ സ്ക്വയർ കംപ്ലീഷനിൽ x plus 1 the whole square ആയത്. കാരണം ഈ എക്സിന്റെ ഹാഫ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 2 അതിന്റെ ഹാഫ് ആണിത്. 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് തന്നെ എഴുതാം. അപ്പൊ എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണിത്. അപ്പൊ എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ 289 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എത്രയായിരിക്കും? എക്സ് പ്ലസ് 1 ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയി. 289ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 17. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 17. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 17 പ്ലസ് 1 അപ്പറേറ്റ് ചെയ്യുമ്പോൾ സബ്ട്രാക്ടിങ് ഉണ്ടാവും 16. അപ്പോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 16. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് ലെറ്റ് ദി ഓഡ് നമ്പർ, ഈ ഫസ്റ്റ് ലെറ്റ് ദി പ്രോഡക്റ്റ് ടു ഈവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, അത് 16. അപ്പോൾ അടുത്തത് 16 പ്ലസ് 2 18. സോ ദി ടു ഈവൻ നമ്പേഴ്സ് ബി 16 ആൻഡ് 18. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന തിരിച്ചറിയുന്ന ഒരു രീതിയാണ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289. ഈ എക്സ്പ്രഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 16 ആയതുകൊണ്ട് അടുത്ത നമ്പർ 16 പ്ലസ് 2 18. സോ ദി ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആർ 16 ആൻഡ് 18. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 9 added to the product of two consecutive multiples of 6 gives 129. ഇതുപോലെ തന്നെയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6 into 1 6, ഒരു 6ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 6 into 2 12, 12 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 into 3 18, 6 into 4 24. അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു നമ്പർ 24 ആണെങ്കിൽ അടുത്ത ഏതായിരിക്കും? 24 പ്ലസ് 6 30 വരും. അതായത് 6 വീതം ആഡ് ചെയ്ത് പോകണം. 6 പ്ലസ് 6 12, 12 പ്ലസ് 6 18 അങ്ങനെ പോകും. അപ്പൊ ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആകുമ്പോൾ ഒരെണ്ണം എക്സ് എന്ന് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 6 എടുക്കാം. അപ്പൊ ലെറ്റ് ദി ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആർ എക്സ് ആൻഡ് എക്സ് പ്ലസ് 6. മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണെങ്കിൽ നമ്മൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് 8 എന്ന് എടുക്കും. മൾട്ടിപ്പിൾസ് ഓഫ് 7 ആണെങ്കിൽ നമ്മൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് 7 എന്ന് എടുക്കും. അപ്പൊ ലെറ്റ് ദി ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആർ എക്സ് ആൻഡ് എക്സ് പ്ലസ് 6. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്പിൾസ് ഓഫ് 6ന്റെ പ്രോഡക്റ്റിന്റെ കൂടെ, അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? എക്സും എക്സ് പ്ലസ് 6 കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 അതാണ് പ്രോഡക്റ്റ്. അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം? 9 കൂടി ആഡ് ചെയ്യണം. അപ്പൊ നോക്കാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്രോഡക്റ്റ് ആണ്. ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6ന്റെ പ്രോഡക്റ്റ്, അതിന്റെ കൂടെ 9 കൂടി ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 729 കിട്ടും എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ രൂപീകരിച്ചു.
എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 ഈക്വൽ ടു 729. മൾട്ടിപ്ലൈ നോക്കാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 6x ഈ പ്ലസ് 9 ഈക്വൽ ടു 729. ഈ 9 ഞാനൊരു കാര്യം ചെയ്യാണ് 3 സ്ക്വയർ എന്ന് എഴുതാം. 3 × 3 ആണ് 9. അപ്പൊ നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 സ്ക്വയർ 729. ഇപ്പൊ നോക്കിക്കേ എക്സിന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 3 എന്ന് പറഞ്ഞാൽ 6ന്റെ ഹാഫ് ആണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ. നമ്മൾ ആ സ്ക്വയർ കംപ്ലീഷൻ കാണിച്ചു തന്നില്ലേ, അതുപോലെയാണ്. അതായത് കൂടുതലായിട്ട്, അതായത് 6x എന്ന് പറഞ്ഞാൽ 3x-ഉം 3x-ഉം ആയിട്ട് വരും. അപ്പോൾ രണ്ട് റെക്ടാങ്കിൾസ് ഇങ്ങനെ ആഡ് ചെയ്ത് ചേർക്കുന്നു. അപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്ത് പ്രവഹിക്കുന്നു, എന്നിട്ട് ഒരു 3 സ്ക്വയർ ഇവിടെയും വെക്കുന്നു. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ആയി. അപ്പോൾ എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ ആണിത്. എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ 729 ആണ്. അപ്പൊ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 729 ആണ്. 729 റൂട്ട് എങ്ങനെയാണ് പിടിക്കുന്നത്? 27 × 27 ആണ് 729. അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 27. അപ്പൊ എക്സ് എന്ത് വരും? 27 പ്ലസ് 3 അപ്പറേറ്റ് ചെയ്യുമ്പോൾ -3, അതായത് 24. എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്, അത് 24 ആണ്. അപ്പൊ അടുത്തതോ എക്സ് പ്ലസ് 6 ആണ്. അപ്പൊ 24 പ്ലസ് 6 30. അപ്പോൾ അത് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആർ 24 ആൻഡ് 30. ശരിയാണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. 24 ഉം 30 മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 9 കൂടി കൂട്ടുക. അപ്പോൾ ആൻസർ 729 ലഭിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വെരിഫൈ ചെയ്തും കൂടി ശീലിക്കുക. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ 3rd ക്വസ്റ്റ്യൻ ആണ്. ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 9, 11, 13 etc. are added and then 16 added to the sum to get 256. How many terms were added? അതായത് 9, 11, 13 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസിന്റെ തുടർച്ചയായ കുറച്ച് ടേംസ് ആഡ് ചെയ്തതിന്റെ കൂടെ 16 കൂടി ആഡ് ചെയ്തപ്പോൾ 256 കിട്ടി. എങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തത്? അപ്പൊ സം ഓഫ് n ടേംസ് കാണാനൊക്കെ നമ്മൾ ആൾജിബ്രിക് ഫോം അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണ്? 9 ആണ്. കോമൺ ഡിഫറൻസോ 11 - 9 2. ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ആൾജിബ്രിക് ഫോം കാണാം. xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d നമ്മൾ പഠിച്ചിട്ടുണ്ട്. d എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2n പ്ലസ് f എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 മൈനസ് d എന്ന് പറഞ്ഞാൽ 2. അപ്പോ 2n പ്ലസ് 9 മൈനസ് 2. 9 മൈനസ് 2 എത്രയാ? 7. അപ്പൊ 2n പ്ലസ് 7 ഇതിന്റെ ആൾജിബ്രിക് ഫോം എന്ത് ടേം ആണ്? സം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ സം കാണാനുള്ള ഫോർമുലേറ്റ് പോകാം. സം എന്ന് പറഞ്ഞാൽ n/2 × x1 പ്ലസ് xn. അപ്പൊ n/2 × x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 9f ആണ്, പ്ലസ് xn എന്ന് പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു 2n പ്ലസ് 7. അപ്പൊ n/2 × 9 പ്ലസ് 2n പ്ലസ് 7 എന്ന് കിട്ടും. അതല്ല 2n നമുക്ക് ആദ്യം എഴുതാം. 9 പ്ലസ് 7 16 ആഡ് ചെയ്യാം. അപ്പൊ n/2 × 2n പ്ലസ് 16 എന്ന് കിട്ടി. അതിന് നമുക്ക് ഈ n/2 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, n/2 കൊണ്ട് ഇതിനെ, ആ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് ടേമിനെയും n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n/2 × 2n പ്ലസ് n/2 × 16. അപ്പൊ ഇവിടെ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. n × n n² ആവും. ഇവിടെ 16/2 8 എന്ന് എഴുതാം. അപ്പൊ 8n. അപ്പൊ എന്ത് കിട്ടി? n² പ്ലസ് 8n. അതാണ് സം ഓഫ് n ടേംസ് ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ്. ആദ്യത്തെ n ടേംസിന്റെ സമ്മാണിത്. നമ്മുടെ കണ്ടീഷൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ കുറച്ച് ടേംസിന്റെ സമ്മിന്റെ കൂടെ 16 കൂടി ആഡ് ചെയ്താൽ 256 കിട്ടുന്ന. അപ്പൊ ഈ സമ്മിന്റെ കൂടെ 16 ആഡ് ചെയ്താൽ ഈക്വൽ ടു 256. അതായത് n² പ്ലസ് 8n എന്നതിന്റെ കൂടെ 16 ആഡ് ചെയ്താൽ അത് 256 ആകുമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നമ്മള് 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആ 16. അപ്പൊ നോക്കിയേ n² പ്ലസ് 8n പ്ലസ് 4² കണ്ട 8ന്റെ ഹാഫ് ആണ് 4. അപ്പോ ഈ 8n അതായത് നമ്മൾ സ്ക്വയർ കംപ്ലീഷനിൽ ചെയ്ത പോലെ ഒരു n സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറും അതിൻ്റെ കൂടെ 4 യൂണിറ്റ് വിഡ്ത്തുള്ള രണ്ട് റെക്റ്റാങ്കിളും ഒരു 4² അതായത് ഒരു സ്ക്വയർ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് n പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ ആവും. അപ്പൊ n പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ 256 ആയി. അതിൽ നിന്ന് n പ്ലസ് 4 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 256 എന്ന് എഴുതാം. അപ്പൊ n പ്ലസ് 4 റൂട്ട് ഓഫ് 256 എത്രയാണ്? 16 30 വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ നമ്മളൊന്ന് കാണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ n പ്ലസ് 4 എന്ന് പറയുന്നത് 16 ആയി. അപ്പൊ n എന്ന് പറയുന്നത് 16 പ്ലസ് 4 അപ്പോൾ ചെല്ലുമ്പോൾ -4. സോ n ഈക്വൽ ടു 12. അതായത് എത്ര ടേംസിന്റെ സമ്മാണ്?
ഈ പറഞ്ഞ എത്ര ടേമിൻ്റെ സമ്മിൻ്റെ കൂടെ 16 ആഡ് ചെയ്താലാണ് 250 കിട്ടുക? 12 ടേംസിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 250 കിട്ടുന്നത്. ക്ലിയർ ആയ പറഞ്ഞത്? ശരിയല്ലേ? നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ സം ഓഫ് n ടൈംസ് ആയത് ഇതിൻ്റെ സ്ഥാനത്ത് 12 കൊടുത്താൽ 12 ടൈംസിൻ്റെ സം കിട്ടും. അതിലൂടെ 16 കൂടി ആഡ് ചെയ്ത് 250 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.